ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റാസൽ ഖൈമ മർത്തോമാ സുവിശേഷ സേവിയാ സംഘം നടത്തിവരുന്ന 15 ഡേയ്സ് ഡിവോഷണൽ മെസ്സേജിൻ്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നോമ്പുകാലം ആത്മീയ നവീകരണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമയമാണ്. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും മറ്റുള്ളവരോട് കരുണയിലും സ്നേഹത്തിലും ഇടപെടുവാനും ഈ നോമ്പുകാലം ഇടയാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മരുഭൂമിയിൽ യേശു പരീക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പിശാചിൻ്റെ 3 പരീക്ഷണങ്ങളെ യേശു തിരുവചനം ഉപയോഗിച്ച് തോൽപ്പിക്കുന്നു. ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ നാം നേരിടുന്ന പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും തരണം ചെയ്യാൻ വചനത്തിലുള്ള വിശ്വാസം ഏറ്റവും അനിവാര്യമാണ്. പല പരീക്ഷണങ്ങളും നമ്മെ തളർത്താനല്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മെ വളർത്താനാണ്. ജഡത്തിൻ്റെ ദുരാശ ആവശ്യമായതിനെ അത്യാവശ്യമാക്കി പെട്ടെന്ന് ഒരു ഉത്തരം കണ്ടെത്തി ജഡാഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഉപായം പിശാച് പറഞ്ഞു കൊടുക്കുന്നു. വളരെ ശാന്തമായി തന്നെ കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നു. കണ്ണിൻ്റെ മോഹം മായക്കാഴ്ചകളുടെ ഒരു ലോകം അവന് കാണിച്ചു കൊടുക്കുന്നു. അധികാരത്തിനും പ്രശസ്തിക്കും വേണ്ടി നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. സ്വന്തം നേട്ടത്തിനായി ദൈവത്തെ ചൂഷണം ചെയ്യുവാൻ പിശാച് പ്രേരിപ്പിക്കുന്നു. മോഹന വാഗ്ദാനങ്ങൾ നൽകി മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കുന്നവരാകരുത്. ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കായി, അവൻ്റെ ഉത്തരത്തിനായി കുറുക്കുവഴികൾ തേടാതെ വിശ്വസിച്ച് കാത്തിരിക്കുക. പിശാചിൻ്റെ ആലോചനകളെല്ലാം തന്നെ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ്. പിശാചിൻ്റെ 3 പരീക്ഷണങ്ങളെയും യേശു മറികടക്കുന്നു. പരിഹാരങ്ങൾ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം, അവൻ്റെ സ്നേഹത്തിൻ്റെ ഉറപ്പ്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന ഉറപ്പ്, അവൻ പിതാവാണെന്ന ഉറപ്പ്. ഈ ഉറപ്പുണ്ടെങ്കിൽ നാം എല്ലാ പ്രലോഭനങ്ങളെയും മറികടക്കും. ഇവിടെ കർത്താവ് നീണ്ട ഒരു വാചകത്തിലേക്കോ വിവരണത്തിലേക്കോ കടക്കാതെയാണ് പിശാചിനോട് ഉത്തരം പറയുന്നത്. ദൈവവചനം കൊണ്ട് മാത്രം നാം പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ഉള്ള ഒരു കാലയളവായി ഈ നോമ്പുകാലം പ്രയോജനപ്പെടുത്താം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.